ഹലോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സൈക്കോളജിയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റിമെൻറ്റിനെ പറ്റിയൊക്കെയുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ഡിസ്ക്രീറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ബേസിക്കലി ഇത് ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഡിസ്ക്രീറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക്, ഡിസ്ക്രീറ്റ് ട്രേഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് പല രീതിയിലുള്ള ആൾക്കാരുണ്ടല്ലേ. ഒന്ന് ഓട്ടോമേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവർ, പിന്നെ അതവരൊരു സിസ്റ്റം ഫോളോ ചെയ്തായിരിക്കും അവർ ട്രേഡ് ചെയ്യുക. സിസ്റ്റം ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മേ ബി ഒരു മൂവിങ് ആവറേജ് ലൈൻ വെച്ചായിരിക്കും അവർ ട്രേഡ് ചെയ്യുക. 50 ഡേയ്സ് മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 20 ഡേയ്സ് മൂവിങ് ആവറേജ്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ബൈ അല്ലെങ്കിൽ സെൽ എടുക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ പ്രൈസ് കട്ട് ചെയ്ത് താഴെ വരുന്ന സമയത്ത് ബൈ അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഓട്ടോമേറ്റഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക്, ഓട്ടോമേറ്റഡ് ആയിട്ട് സിസ്റ്റം തന്നെ ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ വീഡിയോ വലിയ യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷേ നിങ്ങളൊരു ഡിസ്ക്രീറ്റ് ട്രേഡർ ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് ട്രേഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് എപ്പോഴും അയാളുടെ ഒരു കൺവിക്ഷൻ യൂസ് ചെയ്തായിരിക്കും. കൺവിക്ഷൻ എന്ന് പറയുമ്പോൾ അയാൾ പല പല സിനാരിയോസ് നോക്കും. ഫോർ എക്സാമ്പിൾ പല പല ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കുമായിരിക്കും, വോളിയം പ്രൊഫൈൽ നോക്കുമായിരിക്കും. ഇങ്ങനെ അയാൾ മാർക്കറ്റിൽ എന്ന് മുതൽ വന്നോ അന്ന് മുതൽ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ ചില ഐറ്റത്തിന് അയാൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കാണും. ഇപ്പോൾ CP ഇൻഡിക്കേറ്റർ ചിലർക്ക് ഒത്തിരി ഇഷ്ടമാണ്, ചിലർക്ക് വെയ്റ്റഡ് മൂവിങ് ആവറേജ് പ്രൈസുമായിട്ടുള്ള കോറിലേഷൻ വെച്ചായിരിക്കും, ചിലർ വോളിയവും പ്രൈസും തമ്മിലുള്ള കോറിലേഷൻ വെച്ചായിരിക്കും ചെയ്യുക. ഇങ്ങനെ അയാൾക്കൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഈ കാര്യങ്ങളെ യൂസ് ചെയ്ത് അയാൾ മാർക്കറ്റിനെ റീഡ് ചെയ്ത് മാർക്കറ്റിൽ ഒരു കൺവിക്ഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആസ് എ ട്രേഡർ അയാൾ ട്രേഡ് ചെയ്യും. ഇത് ഓരോ ദിവസവും നോക്കുമ്പോൾ മേ ബി ഒരേ സെറ്റപ്പ് ആയിരിക്കില്ല അയാൾ ഫോളോ ചെയ്യുക. ഇന്ന് അയാളൊരു ബൈ കൺവിക്ഷൻ ആണെങ്കിൽ നാളെ ഒരു സെൽ കൺവിക്ഷൻ ആയിരിക്കും. അത് അയാൾ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ പല പല ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളൊരു ട്രേഡേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡാണ്. എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡാണ് അത്. കാരണം ആസ് എ ട്രേഡർ നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ മാർക്കറ്റിനെ നമ്മളെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പാടാണ്. ഈ സിസ്റ്റം ട്രേഡ് ഉള്ളവരെ ആക്ച്വലി മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ട്രേഡിംഗ് മെത്തേഡാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു ട്രേഡറിൻ്റെ സക്സസ് എപ്പോഴും ആ ട്രേഡറിൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അയാൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലിരിക്കും. അപ്പോൾ ആസ് എ ട്രേഡർ നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നു, ആ പ്രോഗ്രസ്സിങ്ങിനനുസരിച്ച് ഒരു ഡിസ്ക്രീറ്റ് ട്രേഡറിൻ്റെ പ്രോബബിലിറ്റി, റിസ്ക് റിവാർഡ്, അയാളുടെ വിന്നിങ് റേറ്റ് എല്ലാം ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് ട്രേഡറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ സൈക്കോളജി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ അല്ല, മാനേജ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈക്കോളജി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. നിങ്ങളെല്ലാവർക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേസിക്കലി ഞാനടക്കമുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു ഇഷ്യൂ ആണ്, നമ്മൾ ഒത്തിരി ഗ്രീഡ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ ഫിയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യും. അതല്ല, നമുക്കൊരു അൺഈസ്നെസ് തോന്നും ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് പലപ്പോഴും തോന്നും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മേ ബി കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ് ചെയ്ത് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആവുമ്പോൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതൊരു പെയിൻഫുൾ പ്രോസസ്സ് ആണല്ലോ, എനിക്ക് അതിൽ നിന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊരു ഫീലിംഗ്, അല്ലേ? അപ്പോൾ ഇതിന് ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ കാണും. അപ്പോൾ ആ റീസൺസിനെയാണ് നമ്മൾ ഇന്ന് അൺഎർത്ത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു പെയിൻഫുൾ പ്രോസസ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫിയർഫുൾ ആയിട്ടുള്ളൊരു ഇമോഷനാണ് അല്ലെങ്കിൽ ഒത്തിരി ഗ്രീഡ്ഫുൾ ആയിട്ടുള്ളൊരു ഇമോഷനാണ് വരുന്നതെങ്കിൽ, അൺഈസ്നെസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ട്രേഡിംഗ് എങ്കിൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു റൂട്ട് കോസ് കാണും, ഒരു ബേസിക് റൂട്ട് കോസ് കാണും. ആ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക. റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ പല പല രീതിയിലുള്ള റൂട്ട് കോസ് കാണാം. ഒന്ന്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കാണില്ല, അതൊന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ സബ് കോൺഷ്യസിന് അറിയാം, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് കറക്റ്റ് അല്ല, നിങ്ങൾ ഒത്തിരി അൺഈസ്നെസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മേ ബി ഇതൊക്കെ ആയിരിക്കാം റീസൺ. നിങ്ങൾക്ക് സിസ്റ്റത്തിലൊരു ബിലീഫ് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ട്രേഡ് മാനേജ് ചെയ്ത് പോയാലും ഒരു ലോങ് റണ്ണിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് കാണും. ഇതൊക്കെ ആയിരിക്കാം റൂട്ട് കോസ്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ മേജറായിട്ട് വരുന്നൊരു റൂട്ട് കോസാണ്, നിങ്ങളെല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്, ഓക്കെ ആണെങ്കിലും
മേജറായിട്ട് പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള ഒരു റീസണാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. എല്ലാം സെറ്റാണ്, എല്ലാം ഓക്കെയാണ്, അയാൾ സിംപിളി അങ്ങ് ട്രേഡ് ചെയ്ത് പോയാൽ മതിയാവും. പക്ഷേ ചിലർക്കുള്ളൊരു പ്രശ്നമാണ് ആൻസൈറ്റി, ഒത്തിരി നെഗറ്റീവ് തോട്ട്സ്, ഒത്തിരി ഓവർ തിങ്കിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ ഈ റൂട്ട് കോസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പല മെത്തേഡ്സും ഉണ്ട്. ഒന്ന് നിങ്ങളുടെ ട്രേഡിനെ തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ബ്രെയിനോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇൻറ്റ്യൂട്ടീവ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് തരുന്ന ഒരു ബ്രെയിനാണ് ഇൻറ്റ്യൂട്ടീവ് ബ്രെയിൻ. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ബ്രെയിനും ഉണ്ട്. അനലിറ്റിക്കൽ ബ്രെയിൻ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്ത് പാറ്റേണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താണ് അനലിറ്റിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഇൻറ്റ്യൂട്ടീവ് ബ്രെയിനിൽ നിങ്ങൾക്കൊരു റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചോദിക്കുക, എൻ്റെ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അൺഈസ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണിത്? പക്ഷേ ഇത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആൻസർ ചെയ്യേണ്ടത് 5 സെക്കൻഡിനകത്താണ്. നിങ്ങളുടെ ബ്രെയിനിന് ഒരു 5 സെക്കൻഡ് സമയം കൊടുക്കുക. ദാറ്റ് ഇസ് 1 2 3 4 5. എന്താണ് റീസൺ? എനിക്ക് ആൻസൈറ്റിയാണ് എന്ന് ഒരു ആൻസർ, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു റീസണാണ് എന്നൊരു ആൻസർ. ആ ഇൻറ്റ്യൂട്ടീവ് ബ്രെയിൻ തരും. അത് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് ഇൻറ്റ്യൂട്ടീവ് ബ്രെയിന് പറഞ്ഞു തരാൻ പറ്റും. സബ് കോൺഷ്യസിൽ എന്താണുള്ളത് ഇൻറ്റ്യൂട്ടീവ് ബ്രെയിന് പറഞ്ഞു തരാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് പാറ്റേണും ഡേറ്റയും ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആക്ച്വൽ റൂട്ട് കോസ് എന്താണ്. ആ റൂട്ട് കോസിനെ ഫിക്സ് ചെയ്യുക. നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുന്ന രീതിയിലാണ് ഇഷ്യൂ എങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രേഡിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റ് പല ആക്ടിവിറ്റീസ് നിങ്ങൾ സൈഡ് ലൈനായിട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇഷ്യൂ. ആ ഇഷ്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫിക്സ് ചെയ്യാം, നിങ്ങളുടെ ഈ പ്രശ്നം മാറി കിട്ടും. അതല്ല, കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആൻസൈറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആൻസൈറ്റി പല രീതിയിൽ നമുക്ക് മറികടക്കാൻ പറ്റും. ആൻസൈറ്റി മറികടക്കുന്നത് ട്രേഡിങ് മാത്രമല്ല, ലൈഫിൽ തന്നെ നമുക്ക് വിജയത്തിന് അബ്സല്യൂട്ട്ലി വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ആൻസൈറ്റി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് നമ്മളെപ്പറ്റി ഒരു സെൽഫ് റിയലൈസേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പണ്ടെല്ലാം മുനിമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കാട്ടിൽ പോയി തപസ്സൊക്കെ ചെയ്ത് സെൽഫ് റിയലൈസേഷനൊക്കെ നേടിയെടുക്കുമല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഒന്ന് ലാപ്ടോപ്പ് സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്രേഡ് ചെയ്താൽ മതി. നിങ്ങൾ ഗ്രീഡ്ഫുള്ളാണോ, ഫിയർഫുള്ളാണോ, നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് എന്തോരം റിയലൈസേഷൻ നിങ്ങളെപ്പറ്റി ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ അത് കാണിച്ചു തരും. നമ്മുടെ എല്ലാ ഇമോഷൻസും അത് പറക്കിയെടുത്ത് ഫ്രണ്ടിലെടുത്ത് വെച്ച് തരും അല്ലേ. അതെ, അപ്പോൾ ആ റിയലൈസേഷൻ ഇല്ല എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എപ്പോഴാണ് ആൻഷ്യസ് ആവുന്നത്? ചില ആൾക്കാർ അവർക്ക് തന്നെ മനസ്സിലാവാറില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അവരെന്നും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളിൽ ആൻഷ്യസ് ആണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് നമ്മളെപ്പറ്റി ഒരു റിയലൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ? നമുക്ക് ബേസിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് കാണും. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒത്തിരി ഒരു അൺഈസ്നെസ്, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. ചിലർക്ക് ഒരു ചെസ്റ്റിൽ ഒരു ചെറിയ എന്തോ ഒരു വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് കാണും. നമുക്ക് ഒത്തിരി നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്ന പോലൊരു ഫീലിംഗ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളോട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും, ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ റേസ് ആവും. ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ആൻസൈറ്റി ഉണ്ട് എങ്കിൽ ആൻസൈറ്റിക്ക് റീസൺ മേ ബി എനിക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ഓവറായിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് ആയിരിക്കും. കാരണം നമ്മൾ ഒത്തിരി നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമായിരിക്കും. ഞാനൊരു റീറ്റെയിൽ ട്രേഡർ ആണല്ലോ, ഇവിടെ ഒരുപാട് ഹയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു റീറ്റെയിൽ ട്രേഡറായിട്ടുള്ള ഞാൻ വിജയിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് പ്രോസസ്സായിരിക്കും മറ്റൊരു റീസൺ അല്ലേ. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് ട്രേഡിങ്ങിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അയാൾക്കൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതായത് 1 2 3 4 എന്ന് പറയുന്ന സമയത്ത് ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക. അതുപോലെ 1 2 3 4 എന്ന് സ്ലോലി പറയുന്ന സമയത്ത് ബ്രീത്ത് പുറത്തോട്ട് എടുക്കുക. ഇങ്ങനെ ഒരു കുറച്ച് സമയം ഒന്ന് ചെയ്യാം. അത് ട്രേഡിങ്ങിൽ നിന്ന് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. കൂടെ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ സ്ക്വയർ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മസിൽസ് എല്ലാം ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ നിങ്ങളുടെ ആൻസൈറ്റി എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ തന്നെ ഫിക്സ് ആവും മോസ്റ്റ് ഓഫ് ദി കേസസ്. ഇനിയിപ്പോൾ അതല്ല, വേറൊരു രീതി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ ഈ നെഗറ്റീവ് തോട്ട്സും ഓവർ തിങ്കിങ്ങും ആണല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ് പറയാം.
നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കോൺഫിഡൻസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എൻഡ്ലെസ്ലി കാര്യങ്ങളെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോയി എനിക്കിപ്പോൾ ലോസ് ഉണ്ടാവും, എനിക്കിപ്പോൾ ഇത്രയും ലോസ് വരും, എനിക്കിപ്പോൾ അത്രയും ഉണ്ടാവും എന്നൊരു തോട്ട് പ്രോസസ് ആയിരിക്കുമല്ലോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്നൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ജസ്റ്റ് അഫേം ചെയ്യുക, ഈ ട്രേഡിങ് ബെറ്റർ ആയിരിക്കും, ട്രേഡിങ് അബ്സല്യൂട്ട്ലി പ്രോഫിറ്റബിൾ ആയിരിക്കും. ഈ ദിവസം എൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഈ ഡേയിൽ ഡെഫിനറ്റ്ലി നല്ലൊരു രീതിയിലൊരു ട്രേഡിംഗ് പൊസിഷൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക, ബേസിക്കലി ഈ ദിവസം ഇൻ കേസ് എനിക്കിപ്പോൾ ലോസ് വന്നാലും കുഴപ്പമില്ല, ഇതൊരു എൻഡൊന്നും അല്ലല്ലോ, നാളെയും ദിവസങ്ങളുണ്ട്, ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട്, നാളെ എനിക്കിത് റിക്കവർ ചെയ്യാൻ പറ്റും, നാളെ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. അതല്ല ഇന്ന് ലോസ് ഉണ്ടായാലും കുഴപ്പമില്ല, കാരണം അതെനിക്കൊരു ഫെയിലിയർ, ഒരു ലെസൺ എനിക്ക് തരും. ആ ലെസൺ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡറായി മാറാൻ പറ്റും. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ ബെറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ പോസിറ്റീവ് അഫർമേഷൻ അല്ലാതെ മറ്റൊരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്നുള്ളത്. ഇത് മറ്റൊരു രീതിയിലുള്ളൊരു പോസിറ്റീവ് മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഇന്ന് വളരെ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ് എന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആസ് എ ട്രേഡർ നിങ്ങൾ ട്രേഡ് ചെയ്തു, നിങ്ങൾക്ക് വളരെ ജാക്ക് പോട്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡറായി മാറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ലേണിംഗ് തന്നു. ഈ ലേണിംഗ് യൂസ് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് മിസ്റ്റേക്സിന് എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളത് പോസിറ്റീവായിട്ട് നേടിയെടുത്തു എന്നുള്ളൊരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എവിടെ നിന്നില്ലാതെ ഒരു ശക്തമായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയെ സഹായിക്കും. അപ്പോൾ നമുക്കറിയാം, ഈ ബ്രെയിനിൽ തന്നെ ഇമോഷണൽ ബ്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി അനലിറ്റിക്കൽ ആയിട്ടുള്ള ബ്രെയിനുണ്ട്, ലോജിക്കൽ ബ്രെയിനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ പലപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീഡും ഫിയറും ആയിരിക്കും നമ്മുടെ ട്രേഡിനെ റൺ ചെയ്യുന്നത്, മാർക്കറ്റിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇമോഷണൽ ബ്രെയിൻ കിട്ടുന്ന സ്റ്റിമുലസ് കൂടുതലാണ്. അപ്പോൾ ഇമോഷണൽ ബ്രെയിൻ എപ്പോഴും ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോങ് ഡിസിഷൻ എടുക്കാനുള്ള റീസൺ ഉണ്ട്. അപ്പോൾ ഇമോഷണൽ ബ്രെയിനെ താഴോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ലോജിക്കൽ ബ്രെയിനെ ഉണർത്താനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓണാവും, ലോജിക്കൽ ബ്രെയിൻ ഉണരും. നിങ്ങളുടെ ആ ഒരു പേടി, ടെൻഷൻ, ഫിയർ, സ്ട്രെസ്ഫുൾനെസ്, ആൻസൈറ്റി ഇതെല്ലാം തന്നെ ഓടി ഒളിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു മെത്തേഡ് റിലാക്സേഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് റിലാക്സ് ആയിരിക്കുക. നിങ്ങളുടെ മസിൽസിനെല്ലാം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ബ്രീത്തിങ് ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കൈ, കാലുകൾ, ഇതിലെ മസിലുകളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷറെല്ലാം യൂഷ്വലി കുറയും. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ് കുറച്ചും കൂടെ നിങ്ങളൊന്ന് കൂളാവും. അപ്പോൾ നിങ്ങളൊന്ന് കൂളാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ്. ഇതൊന്നും അല്ലാതെ ഇനി എക്സ്റ്റേണലായിട്ട് സ്റ്റിമുലസ് ചെയ്യാനായിട്ട് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കർണാട്ടിക് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്യാം. അത് ഒരു രസകരമായ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ സ്പിരിച്വലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് എന്തെങ്കിലും ഒരു മ്യൂസിക്കോ എന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു സോങ് എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് നേച്ചർ റിലേറ്റഡ് ആയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം, അതും വളരെ യൂസ്ഫുള്ളാണ്. ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസ്. എക്സ്റ്റേണലായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവിടെ കിട്ടുക, അല്ലേ? ഒരു നെഗറ്റീവ് എനർജി അല്ല, വളരെ പോസിറ്റീവുള്ള എനർജി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൻസൈറ്റിയെ മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു എന്ന് നോക്കട്ടെ. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സിൽ നിങ്ങൾക്ക് വർക്കാവുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ചിലപ്പോൾ ഒരു ദിവസം ഒരു മെത്തേഡായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, അടുത്ത ദിവസം ആ മെത്തേഡ് സ്വിച്ച് ചെയ്ത് വേറൊരു മെത്തേഡിലോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളെല്ലാവരും മനുഷ്യരാണ്, അല്ലേ? ഇമോഷൻസ് മനുഷ്യൻ്റെ അനുഗ്രഹവും കൂടെയാണ്. അപ്പോൾ ആ ഇമോഷൻസ്, പക്ഷേ ഇവിടെ ട്രേഡിങ്ങിൽ കുറച്ച് വില്ലനാണ് ആ ഇമോഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പല ടെക്നിക്സും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ബേസിക്കലി എപ്പോഴും ആദ്യം ഞാൻ ചെയ്യുക ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. റൂട്ട് കോസ് ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ എനിക്കൊരു ബിലീഫ് ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള പൊടിക്കൈകൾ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ പോസിറ്റീവ് വിഷ്വലൈസേഷനൊക്കെ
പൊടിക്കൈയാണ്, അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ സ്റ്റിൽ ആൻസൈറ്റി എന്നൊരു സാധനം നിൽക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് വിഷ്വലൈസേഷൻ, പോസിറ്റീവ് അഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, ബ്രീത്തിങ് ടെക്നിക്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സുകളെല്ലാം തന്നെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ എക്സ്റ്റേണൽ സ്റ്റിമുലസിന് വേണ്ടിയുള്ള സോങ്ങുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം ഒന്ന് സെറ്റ് ചെയ്ത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ളൊരു വൈബുള്ളൊരു സ്ഥലമാക്കി എടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളെ ഒരു ലോങ് ടേമിൽ ഒരു നല്ലൊരു ട്രേഡറാക്കി മാറ്റാൻ ഇത് അബ്സല്യൂട്ട്ലി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, യാതൊരു സംശയവുമില്ല. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ല ഇനി നിങ്ങൾക്ക് പുതിയൊരു ട്രേഡിങ്ങിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും. എന്ത് കമൻറ്റ് വന്നാലും ഞാനത് റെസ്പോണ്ട് ചെയ്യും, ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എങ്ങനെയാണ് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നത്, അവർക്ക് എന്ത് പോസിറ്റീവ്നെസ്സാണ് കിട്ടിയത്, എന്ത് പ്ലസ്സാണ്, ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നു എന്ന് അറിയുന്നത് തന്നെ വളരെ സാറ്റിസ്ഫാക്ഷനാണ്. അതാണ് എൻ്റെ മോട്ടിവേഷൻ ഈ വീഡിയോസിൻ്റെ. പിന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റ് അല്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ്. ഇതിൻ്റെ ബേസിൽ നിങ്ങളൊരു ട്രേഡ് ഡിസിഷൻ എടുക്കരുത്. ട്രേഡ് ഡിസിഷൻസ് അബ്സല്യൂട്ട്ലി നിങ്ങളുടെ വ്യൂവിൻ്റെ ബേസിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഹാപ്പി ട്രേഡിംഗ്.